السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ആമുഖത്തിന് പ്രസക്തിയില്ലാത്തവണ്ണം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ലഭിച്ചിട്ടുള്ള വിഷയം ചരിത്രങ്ങളുടെ അപനിർമ്മിതികൾ ഇന്ത്യക്ക് മേൽ കാവ്യണിയുമ്പോൾ ജ്ഞാനാത്വത്തിന് സംഭവിക്കുന്നത് എന്ത് എന്ന ഒരു കാലിക പ്രശസ്തമായ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, ഒരു രാജ്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ടെങ്കിൽ ആ രാജ്യം ഒരു ഊർജ്ജസ്വരതയിൽ എത്തി നിൽക്കാൻ ആ ഒരു ചരിത്രം അത് മതി. നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മുസ്ലിങ്ങളുടെ അഡ്രസ്സിൽ ഉണ്ടായിരുന്ന ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് സംഘപരിവാർ ശക്തികൾക്ക് എതിരെയായിട്ടുള്ള ചരിത്രങ്ങളുള്ള ഈ ഒരു ചരിത്രത്തെ വളച്ചൊടിച്ച് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് അവർ മുന്നേറുകയാണ്. അവർ പറയുന്നത് 2025 ഈ വർഷമാകുമ്പോഴത്തേനും ഒരു പാർലമെന്റിൽ അവർ പറഞ്ഞിരുന്നത് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്ന ഒരു ദൃഢനിശ്ചയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തും ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാം മതത്തിൽ പൊങ്ങി നിൽക്കുന്ന പള്ളികളും അതുപോലെ തന്നെ പല നമുക്ക് കാണപ്പെടുന്ന സംഭവങ്ങളെല്ലാം അവർ പല ബിംബങ്ങളുടെ പേരും പറഞ്ഞ്, ശിവലിംഗങ്ങളുടെ പേരും പറഞ്ഞ് അതെല്ലാം അവരുടെ അഡ്രസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇന്ന് അവർ മേൽനോട്ടം വഹിക്കുകയാണ്. പല ഭാഗത്തും കേരളത്തിന്റെ പുറത്ത് എന്തെല്ലാം സംഭവിക്കുന്നു? ഈ ദിവസങ്ങളിലായി ഇപ്പോൾ നമ്മുടെ എല്ലാം സുൽത്താനായി അറിയപ്പെടുന്ന അജ്മീർ ഖ്വാജ അവിടുത്തെ ദർഗ ഒരു അമ്പലത്തിന്റെ മുകളിലാണെന്ന് പോലും പറഞ്ഞു നടക്കുന്ന ഇത്തരം വർഗീയ വിഷം ഇവിടെ ചീറ്റുന്ന ഈ RSS പോലത്തെ ഭീകരവാദികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് എതിർക്കേണ്ടതുണ്ട്, അവരോട് ശക്തമായി പോരാടേണ്ടതുണ്ട്. അവരെ നമ്മൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ മലബാറിൽ ഒരു കലാപം നടന്നു. ആ ഒരു കലാപം ഇവിടെ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ ഒരു കലാപം നടക്കുകയുണ്ടായി. ഈ കലാപം മുസ്ലിങ്ങള് ഹിന്ദുക്കളുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ടതാണ്, ഹിന്ദുക്കളെ ഉന്നം വെച്ചുകൊണ്ട് നടന്നതാണ് എന്ന് പേരും പറഞ്ഞുകൊണ്ടാണ് ആ കലാപത്തെ ഈ സംഘപരിവാർ ശക്തികൾ പറഞ്ഞു വരുന്നത്. പക്ഷെ അത് എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് വെറും ജാതീയ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. ഇതിനെല്ലാം ഈ ഒരു സാഹചര്യം ഈ കാര്യങ്ങളെല്ലാം അവർ മുതലെടുത്തുകൊണ്ട് അവർ മുന്നേറുകയാണ്. അവർ ഈ ചരിത്രത്തെ വളച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസമാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് അവർക്ക് ഇതെല്ലാം ഈ ചരിത്രത്തെ അവർക്ക് വളച്ചൊടിക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഗുജറാത്ത് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെല്ലാം നമ്മുടെ സിലബസിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് അവരുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മുസ്ലിങ്ങളെ കാട്ടിക്കൂട്ടിയത് എന്താണ്? അവർ സ്വാതന്ത്ര്യ ദിനത്തിന് ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്നവരാണെന്നും ഈ രാജ്യം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് ഈ രാജ്യത്ത് ഉണ്ടായിരുന്നെന്നും പറഞ്ഞു നടക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്നത്തെ ഈ അവസ്ഥ. കഴിഞ്ഞ കൊറോണയിൽ പോലും അവരുടെ അജണ്ടകൾ നടപ്പാക്കാനാണ് ഇരുന്നത്. അവർ ഈ കൊറോണ വൈറസിനെ എതിർക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ശക്തിപ്പെടുമ്പോൾ, ലോകരാജ്യങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വർഗീയ വിഷം തീറ്റാനുള്ള എന്തെല്ലാം മാർഗമുണ്ടോ അതെല്ലാം നോക്കി നടക്കുകയായിരുന്നു സംഘപരിവാർ ശക്തികൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എവിടേക്കാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു സംഘപരിവാർ ശക്തികൾക്കെതിരെ നമ്മളാരും പ്രയത്നിക്കാത്തത്, അവർക്കെതിരെ പ്രസംഗിക്കാത്തത്, അവർക്കെതിരെ നമ്മൾ ശക്തിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ രാജ്യം ഗാന്ധിജി, നെഹ്റുവും ടിപ്പു സുൽത്താനും അവരെല്ലാം നമുക്ക് നേടിത്തന്ന ഈ 700-800 വർഷക്കാലം മുസ്ലിം ഭരണം ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഉടലെടുത്തിട്ട് പോലും ഈ ചരിത്രത്തെ എല്ലാം വളച്ചെടുത്തുകൊണ്ട് ഞങ്ങളാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ
ഞങ്ങൾക്ക് മാത്രമുള്ള അധികാരം. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ മറ്റുള്ളവരെല്ലാം അപ്പുറത്ത് നിന്ന് കയറി വന്നവരാണെന്നും അവർ ഒന്നും ഈ ഇന്ത്യക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മളാണ് അവർക്ക് എതിരെ പ്രവർത്തിക്കേണ്ടത്. അവർക്കെതിരെ നമ്മൾ പല സാഹിത്യങ്ങളിലൂടെയും അവർക്കെതിരെ നമ്മൾ വിദ്യാഭ്യാസ രംഗമായിട്ട് അവർക്കെതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അവരുടെ അടിത്തറ ഇളക്കി മറിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥയാണിത്. പല ഘട്ടങ്ങളിലൂടെ ഈ അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. താജ്മഹലിന് വരെ ഈ വിഷയം എത്തിക്കൊണ്ടിരിക്കുന്നു. താജ്മഹൽ വരെ പൊളിക്കണം എന്നാണ് ഈ സംഘപരിവാർ ശക്തികൾ പറയുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ഈ രാജ്യത്തിൽ എന്തെല്ലാം മുസ്ലിങ്ങളുടെ സാന്നിധ്യത്തിലുണ്ടോ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ മതേതര രാജ്യത്ത് ഹിന്ദു എന്ന് പറയുന്ന ഈ ഒരു ആശയം കൊണ്ടുവന്ന് ഹിന്ദുത്വ രാഷ്ട്രമാക്കണമെന്നുള്ള ഒറ്റ ഒരു മനസ്സിലുള്ള ഒരു ദൃഢനിശ്ചയോടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ വളർന്നു വരുന്ന വിദ്യാർത്ഥികളാണ് അവരോട് പ്രവർത്തിക്കേണ്ടത്. ഈ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ അവർക്കുള്ള ഈ ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് എങ്ങനെ നമ്മൾ നേരിടണം എന്ന് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. എന്നാൽ മാത്രമാണ് ഇനിയുള്ള കാലത്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ട രീതി നമുക്ക് മനസ്സിലാകേണ്ടു. അവരോട് എതിർക്കേണ്ടത്, അവരോട് എങ്ങനെ ശബ്ദിക്കണം, അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് അവർ ആശയങ്ങൾ ഇങ്ങോട്ട് വന്നത്, എന്തിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്, നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ട് അവർക്ക് എതിരെ പ്രവർത്തിക്കുമ്പോഴായിരിക്കും ഇന്ന് നമ്മൾ വിജയിക്കുകയുള്ളൂ. മുസ്ലിമും അതുപോലെ തന്നെ ഇവര് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികൾ വരെ ഇന്ത്യക്കൊന്നും ചെയ്തിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് അവർ വർഗീയ വിഷം മാത്രമാണ് അവർ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു നടക്കുമ്പോൾ നമുക്കൊരിക്കലും ഇത് താങ്ങാൻ പറ്റുന്നതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഈ പൈതൃകത്തെ, സംസ്കാരത്തെ, നവോത്ഥാനത്തെ, നമ്മുടെ ഈ ബഹുസ്വരതയെ അവർ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ ന്യൂനപക്ഷം മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് അവർ പറഞ്ഞു നടക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആശയങ്ങളും അവർ ഇപ്പോഴും കൊത്തിവെച്ചുകൊണ്ട് വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് തീർത്തും നമ്മൾ എതിര് കാണിക്കണം. അവരോട് തീർത്തും അവരുടെ ആശയങ്ങൾ പൊളിച്ചടക്കുക തന്നെ ചെയ്യണം. നമ്മൾ അവരോട് മുന്നിട്ടിറങ്ങുക തന്നെ വേണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.